മതം മാറിയ മലയാള നടിമാർ. സിനിമാ ലോകത്തിലെ താരങ്ങളുടെ പേഴ്സണൽ ലൈഫ് എപ്പോഴും ആളുകളുടെ ശ്രദ്ധ നേടാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മതപരമായ തീരുമാനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ പല കാരണങ്ങളാൽ മതം മാറേണ്ടി വന്ന മലയാള നടിമാരെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രമുഖ നടി ലിസിയെക്കുറിച്ചാണ്. ക്രിസ്ത്യാനിയായിരുന്ന ലിസി ഹിന്ദുവായ പ്രിയദർശനുമായി പ്രണയത്തിലാവുകയും പിന്നീട് പ്രിയദർശനെ വിവാഹം കഴിക്കാൻ വേണ്ടി താരം ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. പിന്നീട് താരം ലിസി എന്ന പേര് മാറ്റി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രമുഖ നടിയായിരുന്ന മാധുവിനെ കുറിച്ചാണ്. മലയാളത്തിലെ പ്രമുഖ നടി മാധു ഹിന്ദുവായിരുന്നു. പിന്നീട് താരം ക്രിസ്ത്യാനിയായ ജേക്കബുമായി പ്രണയത്തിലാവുകയും പിന്നീട് ജേക്കബിനെ വിവാഹം കഴിക്കാൻ വേണ്ടി താരം ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയിരുന്നു. പിന്നീട് താരം മാധു എന്ന പേര് മാറ്റി മീന എന്ന പേര് സ്വീകരിച്ചിരുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രമുഖ നടിയായിരുന്ന ജോമോളെ കുറിച്ചാണ്. ജോമോൾ ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് താരം ഹിന്ദുവായ ചന്ദ്രശേഖരൻ പിള്ളയുമായി പ്രണയത്തിലാവുകയും പിന്നീട് ഹിന്ദുവായ ചന്ദ്രശേഖരൻ പിള്ളയെ വിവാഹം കഴിക്കാൻ വേണ്ടി താരം ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറിയിരുന്നു. പിന്നീട് താരം ജോമോൾ എന്ന പേര് മാറ്റി ഗൗരി എന്ന പേര് സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ മതം മാറിയ മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നടിയാണ് നയൻതാര. നയൻതാര ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് ഹിന്ദുവായ പ്രഭുദേവയുമായി പ്രണയത്തിലാവുകയും ഹിന്ദുവായ പ്രഭുദേവയെ വിവാഹം കഴിക്കാൻ വേണ്ടി നയൻതാര ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറിയിരുന്നു. പിന്നീട് ഇരുവരും പല കാരണങ്ങളാൽ വേർപിരിയുകയായിരുന്നു. അതുപോലെ തന്നെ മതം മാറിയ മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നടിയാണ് ആനി. ആനി ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് ഹിന്ദുവായ പ്രമുഖ സംവിധായകൻ ഷാജി കൈലാസുമായി പ്രണയത്തിലാവുകയും പിന്നീട് ഷാജി കൈലാസിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായിരുന്ന ആനി ഹിന്ദു മതത്തിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ആനി എന്ന പേര് മാറ്റി ചിത്ര ഷാജി കൈലാസ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ നടി ഖുഷ്ബുവിനെ കുറിച്ചാണ്. ഖുഷ്ബു മുസ്ലിമായിരുന്നു. പിന്നീട് താരം ഹിന്ദുവായ പ്രമുഖ നടൻ സുന്ദറുമായി പ്രണയത്തിലാവുകയും പിന്നീട് സുന്ദറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി താരം ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറുകയായിരുന്നു. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ സിനിമ സീരിയൽ താരമായിരുന്ന ബീന ആൻ്റണിയെക്കുറിച്ചാണ്. ബീന ആൻ്റണി ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് താരം ഹിന്ദുവായ പ്രമുഖ നടൻ മനോജ് കുമാറുമായി പ്രണയത്തിലാവുകയായിരുന്നു. പിന്നീട് മനോജ് കുമാറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി താരം ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറുകയായിരുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ നടി മോണിക്കയെക്കുറിച്ചാണ്. മോണിക്ക ഹിന്ദു ആയിരുന്നു. പിന്നീട് താരം ഇസ്ലാം മതത്തിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് താരം മോണിക്ക എന്ന പേര് മാറ്റി മോണിക്ക റഹീമ എന്നാക്കിയിരുന്നു. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ നടി നഗ്മയെക്കുറിച്ചാണ്. അച്ഛൻ ഹിന്ദുവും അമ്മ മുസ്ലിമുമായ നഗ്മ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുകയായിരുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ നടി ദിവ്യാഭാരതിയെക്കുറിച്ചാണ്. ദിവ്യാഭാരതി ഹിന്ദുവായിരുന്നു. പിന്നീട് താരം മുസ്ലിമായ സാജിദ് നദിയദ്വാലയുമായി പ്രണയത്തിലാവുകയും സാജിദ് നദിയദ്വാലയെ വിവാഹം കഴിക്കാൻ വേണ്ടി താരം ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിം മതത്തിലേക്ക് മാറിയിരുന്നു. പിന്നീട് താരം ദിവ്യാഭാരതി എന്ന പേര് മാറ്റി സന നദിയദ്വാല എന്ന പേര് സ്വീകരിച്ചിരുന്നു. പലപ്പോഴും ഈ തീരുമാനങ്ങൾ കരിയറിനേക്കാൾ പേഴ്സണൽ ലൈഫുമായി കൂടുതൽ ബന്ധപ്പെട്ടവയാണ്. പൊതുജനങ്ങളുടെ ശ്രദ്ധ കൂടുതലായതിനാൽ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് മതം എന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബിലീവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ റെസ്പെക്റ്റോടെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.